ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി ആണ് കേട്ടോ. ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും തലേന്ന് അവരുടെ ഡ്രസ്സ് തയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളത് രാത്രിയാണ് കേട്ടോ കടയിലേക്ക് തയ്ക്കുന്ന അവൾക്കൊരു ഉടുപ്പ്. ഈ വെളിച്ചത്തിൽ കാണുന്ന ഭംഗിയല്ല കേട്ടോ, ഇതിൻ്റെ നല്ലൊരു ഭംഗിയാണിത് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഈസ്റ്റർ അന്ന് രാത്രിയിൽ നമ്മൾ വൈകുന്നേരം പോയി കടയിലിരുന്ന് രാത്രി വരെ ഇരുന്ന് തയ്ച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് റെഡിയാക്കിയത് കേട്ടോ. നമ്മുടെ കൂജി സ്റ്റാറിൻ്റെ എംബ്ലമൊക്കെ തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഷോപ്പ് അടച്ച് ഞങ്ങൾ എല്ലാ കടകളും ഒഴിവായിരുന്നെന്ന് ഞങ്ങൾ പോയിരുന്ന് തയ്ച്ചെടുത്താണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇത് എറണാകുളം ജില്ലയിൽ കുഞ്ഞിത്തയാണ്. ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം ചാനൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലെത്തി നമ്മളെ അവൾക്ക് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ കേക്ക് മേടിക്കാൻ നോക്കിയത്. അപ്പം നാത്തോനും ചേട്ടനും ഒക്കെ ഉണ്ട് ഇവിടെ. ചേട്ടൻ്റെ ഭയങ്കര പണിയിലാണ്. ഒരു ഹായ് പറഞ്ഞു പോയേ, ഇതിനകത്തൊരു ഹായ് പറ യൂട്യൂബിലുള്ള പ്രേക്ഷകർക്ക്. ഇന്നത്തെ നമ്മുടെ മമ്മീൻ്റെ അരി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരോടും അടുക്കളയിലൊക്കെ ഉണ്ട്. എന്താ ഈ വേനലിൽ എല്ലാവരും അധികം വെള്ളം കുടിക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനത്തെ പൊട്ടുവെള്ളരി, ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. ചായ കാപ്പി അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കുക. എല്ലാവരും കുക്കുംബർ, പൊട്ടുവെള്ളരി, നമുക്ക് മധുരം കുറച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ അധികം കഴിക്കുക. ക്യാൻസറിനെ തടയാൻ മരുന്നുകളെക്കാളും കീമോ ചെയ്യണേക്കാളൊക്കെ നിങ്ങൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറികളും കഴിക്കാൻ ശ്രമിച്ചാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കുറയും, അതിനെ ചെറുക്കും. നമ്മളപ്പോൾ പോകുന്ന വഴിക്ക് മൂത്തകുന്നം പൊയ്യ കൂടിയാണ് ഞാൻ പോവാറ്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അഷ്ടമിച്ചിറ അങ്ങനെയൊക്കെയാണ് പോവാറ് കേട്ടോ. അപ്പോൾ മൂത്തകുന്നത്തുനിന്ന് വാങ്ങിയതാണ്ട് പൊട്ടുവെള്ളരി. അതാകുമ്പോൾ എല്ലാവർക്കും കുടിക്കാനും അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോകണേലും നല്ലതല്ലേ എന്നോർത്ത് ഇത് ഞാൻ അധികം വാങ്ങി. അപ്പം ഞാൻ തന്നെ അത് വന്ന ഉടനെ അത് റെഡിയാക്കി ജ്യൂസാക്കി അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കാമല്ലോ. ഞാൻ ഇങ്ങനെ ഒരു ടിന്നിലാക്കി എടുത്ത് വെക്കായിരുന്നു. പിന്നെ അവൾ ഒരിക്കലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓരോരുത്തരെയൊക്കെ അടുക്കളയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ പരിപാടിക്ക് ഇപ്പോൾ തുടങ്ങുന്ന ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവിടെ കേക്ക് മുറിക്കാനുള്ളതൊക്കെ റെഡിയാക്കണം. കൊച്ചുങ്ങളൊക്കെ നല്ല കളിയിലായിരുന്നു. ഇനിയിപ്പോൾ അവളെ ഉടുപ്പിക്കണം. നമുക്ക് കൊണ്ടുവന്ന് ഉടുപ്പിനകത്ത് കുറച്ച് പണികളുണ്ട്, അതൊക്കെ ചെയ്തിട്ട് വേണം അവളെ ഉടുപ്പിക്കാൻ. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് അവൾക്ക് വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവളുടെ മമ്മി റെയിൻബോ കളറിലൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളത് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ. എല്ലാവരും വന്നു തുടങ്ങണുള്ളൂ കേട്ടോ. എൻ്റെ ഇളയ ആങ്ങളൊക്കെ ഒന്നും എത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവൾ ഒരുക്കിയൊക്കെ കഴിഞ്ഞൊക്കെ ഓരോരുത്തർ എത്തി തുടങ്ങിയിട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് വേറെ മറം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിയുമ്പോൾ മറലാന്ന് ഓർത്ത് പിന്നെ അവിടെ ചെറിയതായിട്ട് പുറത്ത് എല്ലാം അലങ്കരിക്കാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവളുടെ ഫോട്ടോ എനിക്ക് ഇടാൻ പറ്റിയില്ല, വീഡിയോ ഇടാൻ പറ്റിയില്ല, എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി അനങ്ങത്തട്ടത് ഇവിടെ ഇച്ചിരി ഇതായി അനങ്ങത്ത് ഇവിടെ ഇരുന്നേ. ചിരിച്ചു പിടിക്കേ, നല്ല ചിരിച്ച് നല്ല കുട്ടിയായിട്ട്. പൊന്നേ ഈ പൂവന്മാരെല്ലാരും കൂടി ഈ കൊച്ചിനെ ഒരു കല്യാണത്തിനൊക്കെ ആവുമ്പോ എത്ര പൂവന്മാരാണ് തന്നെ ഉടുപ്പിക്കാൻ, എത്ര പൂവന്മാരുടെ അനിയത്തിയാണിത് എൻ്റെ പൊന്ന്. അപ്പം ഇവിടെ മാത്രമുള്ള കേട്ടോ പെൺകുട്ടിയായിട്ട്. എൻ്റെ മക്കൾ ആൺപിള്ളേർ 3 പേര്, ചേച്ചിക്ക് 2 ആൺപിള്ളേർ, അതിലൊരാൾ അച്ഛനാകാൻ പോയി. പിന്നെ ഇപ്പം മൂത്ത ചേച്ചിയുടെ മകളുടെ കുട്ടി ആൺകുട്ടി. പിന്നെ ഇവള് എൻ്റെ അനിയനുള്ളതും ആൺകുട്ടിയാണ്. ഇവള് മാത്രമുള്ളൊരു പെൺകുട്ടി. അപ്പം കുറേ ആങ്ങളമാരും ഒക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ പെണ്ണ് മാത്രമേ ഉള്ളൂ. ഇവളെ മേക്കപ്പ് ചെയ്യുന്ന വലിയ പരിപാടിയിലാണ് കേട്ടോ. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ഓരോ ഡയലോഗൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കി അവളങ്ങനെ നല്ലോണമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സൂത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളിത്തിരി കുസൃതിയാണ്, ഇരുന്ന് ഇത്തിരി പാടാണ് ഒരുക്കാനായിട്ട്. റെയിൻബോ കളറാണല്ല. എന്താണ് ലിയാജിയാണ് ഈ പറയണ? എന്റെ പൊന്നേന്ന് സിൻഡ്രലനൊക്കെ അവിടെ ആരാ വീഡിയോ പിടിക്കണം അവിടെ. അപ്പം ചേച്ചി അവിടെ വീഡിയോ കോൾ ചെയ്ത് ചേച്ചിയുടെ ഇളയ മോള് ദുബായിലാണ്, അവളെ കാണിക്കായിരുന്നു കേട്ടോ. അപ്പം അവളുടെ കമൻറ്റ് പറയായിരുന്നു. ചേച്ചിയാണ് അരിയത്ത് നിൽക്കുന്നത് കേട്ടോ. ഒരു ലൈൻ ടീഷർട്ടും പാൻറ്റും ജീൻസും ഇട്ടേക്കണം, ബ്ലാക്ക് ജീൻസും ഇട്ടേക്കണം. അപ്പം ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇളയ മോളും വന്നിട്ടില്ല, അവർ ദുബായിലാണ്. അപ്പോൾ ഇവർ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. മൂത്ത മോളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിയാറായി. കുഞ്ഞു മുടിയുള്ള ആൾക്ക് കുറേ വലിയ കാട്ട മുടി ഇഷ്ടമാണ്. അപ്പം പാറുമുടിയൊക്കെ ഇനി ഫിറ്റ് ചെയ്യണം.
അപ്പോൾ ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ ഇളയ മോനാണ് കേട്ടോ. ഏറ്റവും ഇളയ മോൻ 2 മക്കളല്ലേ. മൂത്തവൻ അച്ഛനാകുമ്പോൾ അവൻ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കണം, ക്യാമറയൊക്കെ പിടിച്ചിരിക്കണവനാണ്. പുറകെ കാണാം കേട്ടോ. അവൻ പഠിക്കണേണ്. ഇവളുടെ മേക്കപ്പൊക്കെ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ചെറുതായിട്ടൊരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രമായിട്ട് ഇങ്ങനെ പിരിച്ച് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിൽ വരും, പിന്നെ സൈഡിലേക്ക് നീണ്ടും കിടക്കും കേട്ടോ. ഇപ്പോഴത്തെ മോഡൽ കട്ടില്ലേ, കുട്ടികൾക്കൊക്കെ ഭംഗിയാണത്. ഞാനപ്പോൾ അതൊന്ന് അവളെ റെഡിയാക്കി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറിയ 2 കഷ്ണം നീട്ടിയൊക്കെ ഇട്ടപ്പോൾ ഒക്കെ ഇഷ്ടമായി. പാട്ടൊക്കെ വെച്ച് തുടങ്ങി. അവിടെ പാട്ടൊക്കെ കോപ്പറേറ്റ് വരും നോക്കി ഞാൻ വോയിസ് കുറച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടാണ്. ഞാൻ അവളുടെ മുടി പറഞ്ഞ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ തൂങ്ങി കിടക്കാനായിട്ട് ഒരു ബോ പോലെയൊക്കെ വെച്ച് കുറച്ച് കളിക്കാരപ്പടികളും അലങ്കോലപ്പടികളൊക്കെ ആക്കി ഇങ്ങനെ ആക്കി എടുത്തവളാ. അപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ പറൂരിൽ നിന്നാണ് വന്നത് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് പോയത് 3 പേരും. ഇവൻ അവിടെയാണ് നിൽക്കണത് കേട്ടോ. അപ്പോൾ ചേട്ടനും നാത്തൂനൊക്കെ റെഡി ആയിട്ട്, അതായത് ചേട്ടനാണ് മൂത്താങ്ങള. അപ്പം ഞാൻ അവരുടെ അവിടെ ഒരു ചെറിയ ബൊട്ടിക്ക് പോലെ ഉണ്ട് കേട്ടോ. ഇതാണത്. ഞാൻ അവിടെ പോയി റെഡിയായി തുടങ്ങിയേക്കണത്. ആ റൂമിൽ നിന്നാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കേക്ക് കട്ട് ചെയ്യാൻ ടൈമായി. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം എല്ലാവരും വന്നിട്ടോ. ബന്ധുക്കളൊക്കെ വന്ന് നാത്തൂൻ്റെ അവിടെ നിന്നും വീട്ടിൽ നിന്നും പിന്നെ അടുത്തുള്ളവരും ബന്ധുക്കളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പുറത്ത് തന്നെ ചെറിയൊരു രീതിയിലുള്ള ആഘോഷം. ചേച്ചിയാണ് കേട്ടോ ഇത് മൂത്തത്. അപ്പുറത്ത് റെഡ് ടീഷർട്ട് മമ്മിയുടെ ചേച്ചിയുടെ മകനാണ്, ഡോണൽ എന്ന് പറയും. പിന്നെ എൻ്റെ നാത്തൂൻ്റെ റെഡിയായി നിൽക്കേണ്ട ചേർത്ത് ചേട്ടനാണ് ഓടി കിടക്കണത്. അവളവിടെ അക്ഷമയോടെ നിൽക്കുന്നത്. ആ കേക്ക് അപ്പം കഴിക്കാൻ പറ്റൂ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ. അതൊക്കെ കാണാൻ തുടർന്ന്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ വരച്ചു കൂട്ടിയതാണ് ബദലും മേലെ കേട്ടോ. അങ്ങ് കൂടെ ഉണ്ടാവണമേ, കൂടെ നടക്കുന്ന കുഞ്ഞിന്റെ വളർച്ചയിൽ സഹായിക്കണമേ എന്നും വിശുദ്ധിയിലും ദൈവഭയത്തിലും വളരുവാനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും കുടുംബത്തിനുമെല്ലാം നല്ലൊരു അസറ്റായി മാറാനും ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. അപ്പോൾ അവിടെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റർമാരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥന ഇല്ലേ. അത് കഴിഞ്ഞിട്ട് കേക്ക് കെട്ടാൻ സിസ്റ്ററൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇനി പിന്നെ അനിയനൊക്കെ എത്തിയിട്ടില്ലായിരുന്നു, ഇത്തിരി ലേറ്റായി പോയി. അവരിപ്പോൾ തന്നെ എത്തൂട്ടോ. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എല്ലാവരും റെഡിയായി നിൽക്കുന്നത്. കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പോകാം. കേക്ക് കട്ട് ചെയ്തിട്ട് താമസം അവൾ കേക്ക് എടുത്തോണ്ട് പോടാൻ. അവിടെ 6 വയസ്സാണ് കേട്ടോ. 6 വയസ്സിനൊപ്പിച്ച് അവിടെ 6 കുഞ്ഞു കേക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മമ്മിക്ക് ഡാഡിക്കും വെച്ചു കൊടുക്ക്. മമ്മക്കൊക്കെ കൊണ്ട് കൊടുക്ക്. വായിൽ വെച്ച് കൊടുക്കണം. കിട്ടിയ മോളിമമ്മിന്റെ ടിഷ്യൂടെ വെച്ചേക്കണം. അവിടെ പോയിരിക്കും. ഞാൻ അവിടെ പോയിരിക്കും. അവിടെ ലൈറ്റ് കുറവാണല്ലേ. കട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും അവള് മിഠായി അതുപോലുള്ള ഓരോ സംഭവങ്ങളൊക്കെ എടുത്ത് ഇനി അതൊക്കെ. പിന്നെ എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് കട്ടിയാലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ തിരക്കിലായി. കുറേ ഡോൾസ് ഉണ്ട് കേട്ടോ, ബാർബികള്, കുറേ ടോയ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ടെഡി ബിയർ പോലുള്ള കുറേ സംഭവങ്ങളൊക്കെ കേട്ടോ. 6 വയസ്സാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ പിന്നെ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ തിരക്കിലായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ഡ്രസ്സൊക്കെ ഇട്ട ആൾക്ക് കുത്തിക്കൊള്ളണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടാ. കുറച്ച് അതുമേലെ പണികളൊക്കെ ഉള്ള ഡ്രസ്സായതുകൊണ്ട് ആൾക്ക്. പിന്നെ ഇതൊക്കെ കണ്ട അവളുടെ ടെഡി ബിയേഴ്സും പിന്നെ കുറേ എന്താണ് എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, നടുക്കൊരു കൊമ്പൊക്കെ ഉള്ളത്. അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം അടുത്ത കേക്ക് കൊണ്ടുപോയി അവൾക്ക് മിഠായി കേക്ക് അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞോടനെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റെഡിയായി നിൽക്കണം. മേക്കപ്പ് ചെയ്തതൊക്കെ ഒന്ന് വല്ലോണം ഊരിക്കളഞ്ഞാൽ മതി എന്നായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത മോൻ അച്ഛനാകുമ്പോൾ ഇങ്ങനെ ക്യാമറ ഇട്ട് അവക്കിടെ നല്ല നല്ല ക്ലിപ്പുകൾ എടുക്കാൻ പുറകെ അടക്കിയിരുന്നു.
ഇതെൻ്റെ 3 മക്കളാട്ടോ, റെമോ, റിച്ചി, അനു. അപ്പോൾ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി ഇവളെ നോക്കിയിട്ട് കിട്ടണ്ടേ, അവളടുത്ത് കേക്കായിട്ട് ഇങ്ങനെ കഴിച്ചടക്കിയത്. പിന്നെ ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പിന്നീടൊക്കെ മാറ്റി പിടിപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൾക്കതൊന്നും വാങ്ങിക്കാനായിട്ട് കൈയൊഴിവില്ല കേട്ടാ, കാരണം അവൾ മിഠായി തീരണില്ലല്ല. അപ്പോൾ അവന്മാരവിടെ 3 പേരും റെഡി ആയിട്ട് കാത്തിക്കേണ്ട, അല്ലെങ്കിൽ 3 പേരും കൂടി ഒരുമിച്ച് കിട്ടൂലല്ലോ. അപ്പം അവന്മാരെ ഞാൻ അവിടെ നിർത്തിയേക്കുന്നത് നമുക്കുള്ള ഡ്രസ്സും സ്വീറ്റ്സൊക്കെ കൊടുക്കാൻ. അപ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അവളിങ്ങനെ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവളത് തീരുമ്പോൾ 6 വയസ്സ് എഴുതി വെച്ചേക്കണതിൻ്റെ അടുത്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാനും കേക്കൊക്കെ കഴിച്ചിട്ടാ, എങ്ങനെ കഴിക്കാണ്ടിരിക്കും, നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പർ കേക്കായിരുന്നത്. പിന്നെ ചേച്ചിയാണ് പുറകിൽ, പിന്നെ റിച്ചി ഉണ്ട് എൻ്റെ പുറകിൽ. അങ്ങനെ ഓരോരുത്തരും കേക്ക് കഴിക്കലും ഒക്കെ ആയിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. പിന്നെ നമുക്കിനി കുറേ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇത്തിരി ലെങ്തിയാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ. ചേച്ചി മകളെയും കൊണ്ടൊക്കെ ഇവിടെ വന്നതാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ് അവർക്ക് പുറത്തോട്ട് പോകേണ്ടതാണ് കേട്ടോ. 2-3 ദിവസം ചേച്ചിക്ക് പോകാൻ. രണ്ടാമത്തെ ചേച്ചിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജീൻസ് ഇട്ടിട്ട് എൻ്റെ ബാക്കിൽ ഇരുന്നത് റെമോ. അപ്പം എൻ്റെ ഇളയ ബ്രദറൊക്കെ വന്നിട്ട് അവരിപ്പോഴാണ് എത്തിയത്. എൻ്റെ നേരെ ഇളയ അങ്ങനെയാണ്, അവനും അവൻ്റെ ഭാര്യയും കുട്ടിയുമാണ്. അപ്പം അവർ ഇറങ്ങണുള്ളൂ കേട്ടോ. അപ്പം അവൻ്റെ മോൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവർ എടുക്കാൻ വന്നതാണ്. അവർ കൂട്ടുകാരാണ്, അവർ ഭയങ്കര കൂട്ടാണെങ്കിൽ തുടർന്ന് ഇവരുടെ സംഭാഷണങ്ങളൊക്കെ കാണാം കേട്ടോ. കുസൃതിവാണ്, കുറുമ്പാണ്, കൂട്ടുകാണ് കേട്ടോ. അപ്പം അവനെ നോക്കിയിട്ട് ഓടി വരും. നല്ല വെയിലത്ത് ചുട്ട് പുള്ളി കിടക്കേണ്ട, ചെരുപ്പില്ലാതെ ആൾ പോയതാണ് കേട്ടോ. അപ്പം മുടിയൊക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ നടന്ന് എല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടി. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊക്കെ ഊരിപ്പറിച്ച് കളഞ്ഞിട്ടോ. ഇതേ പുറംതിരിഞ്ഞിരിക്കുന്ന ക്യാപ്പ് വെച്ചാണ് ഇളയ അനിയൻ കേട്ടോ. മറ്റേത് എൻ്റെ നാത്തൂൻ്റെ അനിയനാണ്. അപ്പോൾ ഒരു ചേട്ടൻ ഫുഡൊക്കെ ആയിട്ട് പോയി. അപ്പം ആൻറ്റിമാരേനും പ്രായമായ ആൻറ്റിമാരനെയൊക്കെ അകത്തിരുത്തിയാണ് കൊടുത്തത്. എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും കണ്ട് അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ കുട്ടികളൊക്കെ കൂടെ കളിയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് ചൊറിയണമെന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ വന്നേക്കാണ്. ഫ്രിഡ്ജിൻ്റെ അടുത്ത് വന്നിട്ട് ആൾ അവിടെ പാത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഫ്രിഡ്ജിൽ ഇനി വേറെ മിഠായിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം എൻ്റെ ഇളയ മോൻ, രണ്ടാമത്തെ മോനാണ് അത്. അപ്പോൾ അവളുടെ ക്യൂടെക്സിൻ്റെ കളർ പല നിറം, റെയിൻബോ കളറാണ് ഡ്രസ്സ്. അപ്പം മറ്റേ റെയിൻബോ പോലെ എല്ലാ കളറും ചേർത്ത് മമ്മി ക്യൂടെക്സ് അടിച്ചു കൊടുത്താണ് അവക്കട. അപ്പം അവളും മറ്റേ അനിയൻ്റെ കുട്ടിയും കൂടിയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നേ. അപ്പം ഇവർ ഭയങ്കര വർത്തമാനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവരുടെ കുറച്ച് സീക്രട്ട് സംഭാഷണങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നേ. ഇവള് ഉടുപ്പൊക്കെ മാറ്റിച്ച് കളഞ്ഞ് വല്ല ഊരി വേണം എനിക്ക് ചൊറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് മാറ്റണമായിരുന്നു കേട്ടോ. മറ്റുള്ളവരൊക്കെ ബെഡ്റൂമിൽ ചേച്ചിയുടെ മകളുടെ കുട്ടീനെ കളിപ്പിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരാരും ശ്രദ്ധിക്കണില്ലായിരുന്നേ. ഇവരുടെ സംഭാഷണം അങ്ങനെ ഞാൻ കേട്ടു. അപ്പോൾ ഇവളവിടെ നിന്ന് എനിക്ക് ചൊറിയണം ഉടുപ്പുരുത്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. മറ്റവൻ അപ്പോൾ ബർത്ത്ഡേകളിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവള് ഡ്രസ്സൊക്കെ മാറ്റി കളഞ്ഞപ്പോൾ അവൻ ചോദിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ചെറിയ വയസ്സാണെങ്കിൽ എൻ്റെ അനിയൻ്റെ കുട്ടിയാണ് അവൻ. അപ്പം ഇവൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയാട്ടെ. ഇവിടെ ഇപ്പോഴാണ് ആൾ ഇരുന്ന് കിട്ടിയത് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇപ്പോഴാണ് ഇവളെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും റൂമിലേക്കൊക്കെ വന്നപ്പോൾ തിരക്കാവുമല്ലോ, കുട്ടികളാരും ശ്രദ്ധിക്കണില്ലല്ലോ. ആ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ഉടുപ്പൊക്കെ മാറ്റി കളഞ്ഞത് എന്നൊക്കെ സീരിയസ് ആയിട്ട്. കുട്ടികളുടെ സംഭാഷണം അല്ല കേട്ടോ. കെട്ടിവെച്ചേക്കണാ ഇവിടെ കാണട്ടെ, മുഖത്ത് നോക്കട്ടെ. ഇത് കളർ ചെയ്താണോ? കുറച്ച് കൊടുക്കും അവന്. ഞാൻ വല്ല തലയിൽ നമുക്ക് കളർ ചെയ്യാം. അപ്പം ഞങ്ങൾ ഡ്രസ്സും ഉണ്ടായിവിടാണ്ട് 2 മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവനും അനിയൻ്റെ കുട്ടിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കുമ്പോൾ അവനും കൊച്ചായിട്ട് അവിടെ ഉള്ളല്ലോ. പക്ഷേ ചേച്ചിയുടെ മോക്കളുടെ കുഞ്ഞിനെ ഞാൻ മറന്നുപോയി. എന്നാലും അവർക്കത് ഒരുമിച്ചിരുന്ന് കഴിക്കാനാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കൊച്ചുങ്ങളല്ലേ. അപ്പം ഞാൻ അങ്ങനെ അതാണ് വാങ്ങിയത് കേട്ടോ. അപ്പം ഇവരിനി കുറച്ച് നേരത്തേക്ക് ഇവിടെ ഇരുന്ന് മിഠായിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കലും ഡയലോഗും ഒക്കെയാണ്. ആ സമയത്താണ് ഞാൻ അവരുടെ വീഡിയോ എടുത്തത് കേട്ടോ.
അപ്പം എല്ലാവരും വന്ന് ഇവിടെ ബെഡിലൊക്കെ ഓരോ സംഭവങ്ങൾ, പുതിയ ഡ്രസ്സ് പൊട്ടിക്കൽ, അത് ഇടിയിച്ച് നോക്കി. ഇത് രണ്ടാമത്തെ ചേച്ചിയാട്ടാ റോസ് ചുരിദാർ. ഇത് മൂത്തേട്ടനാണ് കുമ്പിട്ടിന്ന് ഭക്ഷണം എടുക്കുന്നത്. ചേച്ചിയുടെ മോൻ അച്ഛനാകാൻ പോയവൻ, അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുള്ളൂ. ചേച്ചീനാണ് ഇടയ്ക്ക് മിഞ്ഞി മറിഞ്ഞ് പോകണത്. ഇത് അപ്പോൾ ഇത് അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇത് അവരുടെ കൂടെ എല്ലാവരുടെയും കിട്ടണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുള്ളൂ. പിള്ളേർ ഓടി കളിക്കല്ല, ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് കൂടാതെ ഓടി കിടക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്നത് ഇപ്പോൾ അകത്ത് കൊടുക്കാനുള്ളവർക്കൊക്കെ അകത്തും അങ്ങനെയൊക്കെ ബിരിയാണി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഞാൻ ശരിക്കും അത് കഴിക്കാൻ തോന്നില്ല. ഞങ്ങൾക്ക് വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതാണ് കഴിച്ചത്. അത് അനിയൻ്റെ കുട്ടി, അവൻ കുറേ ദൈവവചനം പഠിച്ചു വെച്ചിട്ടുണ്ട്. അവളും പറയും കേട്ടോ, ചേട്ടൻ്റെ കുട്ടിയും പറയും. അപ്പം എല്ലാവരും കൂടി ഇരുത്തിയിട്ട് അതൊക്കെ പറയിപ്പിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടാവും, ഞാൻ പറഞ്ഞില്ല കുറേ ടെഡി ബിയർ അത് ഇതൊക്കെ ഇരിക്കേണ്ടത്. മമ്മീൻ്റെ അരിയാണ് കേട്ടോ ഫോട്ടോയിൽ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും അകത്ത് കയറിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഒരു സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് നാത്തൂൻ കേട്ടോ, രണ്ടാമത്തെ നാത്തൂൻ. ചേച്ചിയുടെ മോളാണ് റോസ് പിങ്ക് ടീഷർട്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്ന ഷോൾ പുറകെ കെട്ടിയിട്ട് നിൽക്കുന്നത് റോസ് ചുരിദാർ ലൈറ്റ് ഇട്ടേക്കണം ചേച്ചിയാണ്. തൊട്ടടുത്തിക്കണ വരയൻ ടീഷർട്ടാണ് ചേച്ചിയുടെ മകൻ എന്ന് പറഞ്ഞത്. അത് ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അച്ഛനായിട്ട് കാണാം കേട്ടോ. അങ്ങനെ അച്ഛനാകുമ്പോൾ ഇങ്ങനെയായിട്ട് കുറച്ചാളും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ മകൾ പുറത്താണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവളാണ് അവളുടെ കുട്ടി. അപ്പോൾ അവർ ഗിഫ്റ്റൊക്കെ കാണിച്ച് കൊണ്ടുവന്നതൊക്കെ കൊടുക്കണം നമുക്ക്. അപ്പോൾ അവരും പോകും അടുത്ത ദിവസം തന്നെ. ഇവളും കുട്ടിയും കൂടി പോകും കൂട്ടാ അവരൊക്കെ. അപ്പോൾ ഈ കുട്ടി ഇവനാണെങ്കിൽ ഒരു പ്രത്യേക ചിരിയാണ് കേട്ടോ. ഇവൻ്റെ ചിരി ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ചിരിക്കുകയും ചെയ്യും കരയുകയും ചെയ്യും, ഒരുപോലെയാണ് ചിരിക്കണം. കണ്ണടച്ച് കാണിക്കൂട്ടാ. നാത്തൂനാണ് പുറകിലിരിക്കണ ബർത്ത്ഡേ ഗേളിൻ്റെ മമ്മി. മൂത്താങ്ങളുടെ വീടാണിത്. മൂത്താങ്ങളുടെ ഭാര്യയാണത് ഇവള്. ഈ ഒരു കുട്ടിയുള്ളവർക്ക്. ഇത് ഇളയാങ്ങളുടെ മകൾ. പിന്നെന്താണ് വിശേഷങ്ങൾ? ഇങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവന്ന ഉടുപ്പൊക്കെ അവൾ ഇടിച്ച് നോക്കിയിട്ടാ. ഓരോരുത്തരുടെ ഡ്രസ്സൊക്കെ കണ്ട നല്ല സോഫ്റ്റ് മെറ്റീരിയലും നല്ല നല്ല ഫ്രോക്കുകളും ഒക്കെ ആയിരുന്നു. ഞാൻ കൊണ്ടുവന്നത് പുറമേ നോക്കുമ്പോൾ ഇച്ചിരി റഫായിട്ട് വന്നു, പക്ഷേ ലൈനിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ. ഇത് അവരൊക്കെ ഓരോരുത്തർ കൊടുത്തതാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇടിക്കാൻ അവളാ. അപ്പോൾ ഇതാണ് മൂത്ത ചേച്ചി എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ചേച്ചിയുടെ മകൾ, ഇത് കുഞ്ഞുമകൻ, 3 തലമുറ കേട്ടോ. ഇത് ഇളയ നാത്തൂൻ, അതായത് അനിയൻ്റെ ഭാര്യ. ലാസ്റ്റ് പറഞ്ഞില്ലേ അവൻ്റെ ഭാര്യയാണ്. ഇടുക്കിയിലാണ് പുള്ളിക്കാരുടെ വീട് കേട്ടോ. അപ്പോൾ ഓരോ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് വെച്ച് നോക്കിയൊക്കെ എല്ലാവരും കണ്ട്. നല്ലതാണ്. അത് ചാറണ്ട എന്റെ നീങ്ങും വെറുതെ നമുക്ക് പൊക്കം വെക്കണത്. എനിക്ക് ഇഷ്ടമായി. നല്ല ഭംഗി, നല്ല സോഫ്റ്റ് ഉടുപ്പ്. വഴക്കായ ഇഷ്ടമല്ല മുട്ടായി. നിങ്ങൾ അപ്പൊ അവള് വഴക്കായിട്ടാ. അപ്പൊ അവള് എടുക്കാൻ പറ്റും നല്ല ചവിട്ടൊക്കെ കൊടുക്കണ്ടിട്ടാ. ആള് സൂക്ഷിച്ചില്ല, കരാട്ടയാണ്. അവ ചേച്ചിയുടെ മോനാണ് ഇണക്കി കൊണ്ടുവരാൻ നോക്കണം. അവനാണ് ഫോട്ടോ ഒക്കെ എടുക്കണേട്ടാ. പിന്നെ വഴക്കൊക്കെ മാറി മിഠായി പൊട്ടിച്ചു കൊടുത്തേ. ഇനി കുറച്ച് നേരം നമുക്ക് ഇവരുടെ സംസാരം കേൾക്കാട്ടോ. സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. കട്ടിലിന്റെ കാലില്ലേ, കാലിന്റെ അകത്താണ് ചെറിയിരിക്കുന്നത്. എന്തോ കുറച്ച് കൊടുക്ക്, 5 കുറച്ച് കൊടുക്ക്, 5 കൊടുക്ക്. മമ്മിക്ക് ആന്റിക്ക് വേണ്ട. ആ ചേട്ടന് കൊടുക്ക, കൊടുക്ക. അയ്യോ മറിച്ചിട്ട് കൊടുക്കണവന്. എടാ നിന്റെ ചെരുപ്പിട്ടുണ്ടാണ് ഈ ആന്റി പുറത്തു പോയത്. ഞാനല്ലേ
നിന്റെ ചെരുപ്പില്ലേ ഞാൻ കൊടുക്കുവാണ്. എത്ര വല്ലണ്ടടാ? 9. എത്ര വല്ലണ്ടടാ? എത്ര വല്ലി ബർത്ത്ഡേ കാളിന് ആരും ഇരുത്തിയില്ല. അപ്പൊ പുറത്തുനിന്ന് വന്നൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടുകാർ ഫുഡ് കഴിക്കാറായിട്ടാ. കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ ഭക്ഷണം കുടിക്കണം. എല്ലാവരും ഓരോരുത്തരൊക്കെ എടുത്ത് ചേച്ചി ഈ കുട്ടീനെ കൊണ്ട് പുറത്തൊക്കെ നടന്ന് ഫുഡ് കൊടുക്കണേട്ടാ. അപ്പൊ ഞാൻ ഇവനെ ഒരു കണ്ണടച്ചുള്ളൊരു ചിരിയും കരച്ചിലും വരും. രണ്ടും ഒരുപോലെയാണ് കേട്ടാ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇവന്റെ പുറകെ കിടക്കണം കേട്ടോ. അപ്പൊ ആൾക്ക് തൈര് മാത്രമേ കഴിക്കാനുള്ളൂ. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അത് കഴിക്കാണ്ടായപ്പോ ഇത്തിരി ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു നോക്കിയാണ്ടാ. കുഞ്ഞിപ്പല്ലും വെച്ച് കഴിക്കണേട്ടാ. പക്ഷെ അവര് വീഡിയോ എടുക്കാൻ വരുമ്പോ തിരിഞ്ഞളയൂട്ടാ. എന്നിട്ട് ഇതേ കൈയൂട്ടൊക്കെ ഇങ്ങനെ ഓരോ സൂത്രങ്ങളും കരച്ചിലും ആയിരുന്നുണ്ടോ. കരയിപ്പിച്ചല്ല. പക്ഷെ ഞാൻ രണ്ടാമത് ചിരിപ്പിക്കാൻ വന്നിട്ടാവനോ ഒരു കരച്ചിലും കൊച്ചുകളെ നമുക്ക് കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഇഷ്ടല്ലേ. ഇതിന്റെ പുറകെ നടക്കുന്നത് ഒരു സൂത്രം കാണിക്കൂട്ടെ. ഇത് കാണാനാണ് ഞാൻ നടന്നത്. ചിക്കൻ കറിയാണ്, ഡാഡ ചിക്കനാണ്. ആ ചിരിയാണ് കേട്ടോ അവൻ്റെ മാസ്റ്റർ പീസ്. ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയ പുറകെ കിടക്കണ ഒരു കണ്ടടച്ച് ചിരിയുണ്ട്. കരയണതും ചിരിക്കണ ഏകദേശം ഒരുപോലെ തോന്നും. ഒന്നും കാണൂല, ആരുടെ മുഖം ഇരുട്ടാണ് ഇവിടെ. പിന്നെ എല്ലാ മക്കളും ഒരുമിച്ച് കഴിക്കാനിരുന്ന കേട്ടോ. അവര് കൂട്ടുകാരെല്ലാവരും കല്യാണം കഴിഞ്ഞാലും കഴിയാത്തവരും അച്ഛനകം പോയവനും പഠിക്കാൻ പോയവനും ജോലി കിട്ടിപ്പോയവനും എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്ന സമയമാണല്ലോ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഷൂട്ടും പുറത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തെല്ലാവരും ഇറങ്ങിയിട്ടാണ്. എന്ത് കാറ്റാണ് നോക്കി ഇവിടെ. നല്ല പുഴയൊക്കെ അരിയത്തുണ്ടാകൊണ്ടാണ് ഉണ്ടാ. നീ പറയണ അതിന് പേടിയാ വേറിയ. ഔട്ടായി ഔട്ടായി ഔട്ടായി. പുറകെ തിരിഞ്ഞ് ഇനി പുറകെ തിരിഞ്ഞെറിയണം. ബാക്കിന്ന് എറിയ. അശോ ഞാവൻ അശോ രണ്ടുപേരും ഔട്ട്. നിലാച്ചങ്ക ഇടയിൽ കൂടി പോയത് രണ്ടാമത്തെ ചേച്ചിയാണ്ടാ. ചേച്ചി അധികം അങ്ങനെ മുഖം കൊടുക്കൂല വീഡിയോയില്. ചേച്ചിയുടെ മകനാണ് അച്ഛനാൻ പോയേക്കണേ കേട്ടോ. എല്ലാരും ഓടി പോവും ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോ. അമ്പോ ജയിച്ച് ഞവള്. അശോ അങ്ങനത്തെ കളികളൊക്കെ കഴിഞ്ഞ് പുറത്ത് സൈക്കിൾ എടുത്ത് ആള് ചവിട്ടാൻ തുടങ്ങിയിട്ടാ. അവളെക്കാളും വലിയ സൈക്കിളാണ് ചവിട്ടണ കേട്ടോ. അതുകൊണ്ടാണ് അവൾക്ക് പൊക്കം വെച്ചേക്കണ കേട്ടോ. ഓരോ കുട്ടികളും അങ്ങനെ ചവിട്ടും. അപ്പം ഞാൻ അവളുടെ ഡ്രസ്സൊന്ന് മാറ്റി. നമ്മൾ തയ്ച്ചു കൊണ്ടുവന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. തലേന്ന് രാത്രി ഈസ്റ്ററിൻ്റെ അന്ന് രാത്രി പോയിട്ട് ഞാൻ മോന് തയ്ക്കാൻ പോയില്ലേ കഴിഞ്ഞ വീഡിയോയിലത്. അപ്പം നാത്തൂൻ്റെ ചേച്ചിയുടെ മോക്കടെ കൊച്ചിനെടുത്തോണ്ടൊക്കെയായിരുന്നു. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ഇടിച്ച് നമുക്ക് ക്ഷമയില്ല. കളിക്കാൻ പോകണം, സൈക്കിൾ ഓട്ടാൻ പോകണം. അപ്പോഴേക്കും കുസൃതിയാണേ. ആ ഉടുപ്പിന് 3 സ്കേർട്ട് ഉണ്ട്. ഒന്ന് ഫുള്ള് ഈ മോഡൽ, ഒരു ഫിഷ് കട്ടിങ് മോഡൽ, പിന്നെ ഷോർട്ട് ഒരെണ്ണമുണ്ട്, പിന്നെ ഒരു പാൻറ് മോഡലും ഉണ്ട് കേട്ടോ. അത് മാറ്റിയിടാം നമുക്ക് ഇഷ്ടമുള്ള പോലെ. ആ രീതിക്കാണ് ഞാൻ തയ്ച്ചതേ. പക്ഷേ ഇത് അനിയൻ്റെ മോൻ സൈക്കിൾ ഓട്ടണമായിരുന്നു. അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞ് ഓടി. അവസാനം അവൾ ആ സൈക്കിളിൻ്റെ പുറകിൽ 2 കാലിട്ട് കയറി നിന്ന് ആ സ്കേർട്ടും കംപ്ലൈൻ്റ് ആക്കി. പിന്നെ നാത്തൂന് കുറച്ച് ഫോട്ടോസൊക്കെ പുറത്ത് എടുക്കാൻ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പോയല്ലോ. അപ്പം പുറത്തുള്ളവരൊക്കെ പോയപ്പോൾ അവൻ ചേച്ചിയുടെ മോനെ കൊണ്ട് അവനൊരു ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് കുറച്ച് പോസ് ചെയ്യിപ്പിച്ചൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇല്ല അപ്പം കാണണം. അവളിപ്പോഴേ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാനൊക്കെ റെഡിയാണ് കേട്ടോ. വല്ല സിനിമയിലോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ വിടാൻ ഇവരും റെഡിയാണ് കേട്ടോ. അതേപോലെ എന്തെങ്കിലും മോഡലിങ്ങിനൊക്കെ വിടാനൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നത്. എൻ്റെ മക്കൾ അവിടെ ഒരോട് തിരുപ്പായി. ഇത് അനുവാണ് കേട്ടോ. അപ്പം ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിച്ചിക്ക് ഇനി വേറെ സ്ഥലത്തോട്ട് പറവൂരോട്ട് പോകണം. ഞങ്ങൾ പോണത് തൃശ്ശൂരോട്ടാണ്. ഞാനും റമോയും ആ കൊച്ചപ്പം റിച്ചിനെ കളിക്കാൻ വിളിക്കുകയാണ് കേട്ടോ. ഇവർ പിള്ളേരൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ കളിപ്പിക്കാനൊക്കെ കൂടും എടുത്തുകൊണ്ട് നടക്കൊക്കെയാണ്. റമോയും ഒരോട് തിരുപ്പായിട്ടാ.
അപ്പോൾ അവൻ്റെ ഉടുപ്പ് ചൂടൊക്കെ എടുത്ത് മാറ്റി കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊച്ചുങ്ങൾക്ക് ആകെ ഈർച്ചയാവുമല്ലോ കുറേ നേരം ആകുമ്പോൾ. പിന്നെ ഞങ്ങൾ മതലിൻ്റെ പുറത്തോട്ട് പോയപ്പോൾ എല്ലാവരും ഉഷാറായി. കുറച്ച് നേരം പിള്ളേർ പുറത്തൊക്കെ വിടുമ്പോൾ അവർക്ക് സന്തോഷമാണല്ലോ. തളർന്നു ഒടിഞ്ഞു ഉറങ്ങാൻ കിടപ്പായി ആശാൻ. ചൊടിയൊക്കെ പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആൾ ഓണാവട്ടാ. പുറത്ത് നടക്കാനൊക്കെ വിട്ടപ്പോൾ അവൻ റെഡിയായി. കുറച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ. അവന് ഈ വെള്ളത്തിൽ കളിക്കാൻ പിള്ളേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമല്ലേ. ഇവിടുത്തെ ഇപ്പോഴേ സിനിമ നടിയായി. അവള് ഓരോന്ന് നമുക്ക് അപ്പം കാണണം. ഞാനൊന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതാണ് പാട്. ഇത് രണ്ടാമത് ഇടിച്ചാണ് കേട്ടോ. പാൻറ് മോഡൽ കണ്ടോ. ഇതുള്ളിൽ ഇന്നർ ഇട്ടിട്ട് നമുക്കിങ്ങനെ കോട്ട് അത് തന്നെ. എന്നിട്ട് സ്കേർട്ടിന് വരെ ഇതൊരു പാൻറ് മോഡലാണ് കേട്ടോ. അപ്പം എനിക്ക് തയ്ച്ചതൊന്ന് ഇട്ട് കാണാൻ കൊതിയായിട്ട് കുറേ സമയം അവിടെ പുറകെ കിടക്കണം. ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ. അതിനുള്ളിൽ ഞാൻ ലൈനിങ് ഇട്ടിട്ടുണ്ട്. അവിടെ നിലത്തൊന്നും നല്ലതായിട്ടില്ലേ. കാറിൽ കയറണ്. പിന്നെ എങ്ങനെ കീറാതിരിക്കും. സൈക്കിളുമ്പോൾ കൊണ്ട് ആ സ്കേർട്ടിന് കുറച്ച് ഇതായിപ്പോയി. ഇപ്പം ഞാൻ എന്തുമ്മേലാണ് കയറണ്ടേ നോക്കിയിട്ട് അവള്. അപ്പം ഞാൻ അവളൊന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് നാത്തൂൻ മുടിയൊക്കെ ശരിയാക്കി തരാം കേട്ടോ. ഇരുന്ന് കിട്ടിയാലല്ലേ എനിക്ക് ആ തയ്ച്ച ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നേ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുത്തിയതാണ് കേട്ടോ. നല്ല കളറാണ്. ഇതിൽ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് എടുത്തിട്ട് വേറെ കളറായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഒറിജിനൽ കളർ കേട്ടോ. ഈ മെറ്റീരിയൽ ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്. എന്തെങ്കിലും അതിൻ്റെ വെച്ച് തയ്ക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേച്ചിയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഇതാണ് അച്ഛനാകുമ്പോൾ എന്ന് പറഞ്ഞവനില്ലേ, അവൻ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. ഇപ്പം കേരള വാണിയിലാണ് അവൻ അവിടെ കയറിയിരിക്കുന്ന ജോലിയിൽ. അവൻ അച്ഛനാകുമ്പോട്ട് അവിടെ കിട്ടിയൊക്കെയാണ്. അവൻ ഇങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ചേച്ചി ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ കയ്യിൽ കട്ടൻ ചായ ഉണ്ടായി. അത് പിടിച്ചുകൊണ്ടിരിക്കണേൽ എല്ലാവരും ഓർക്കാതെ പോസ്റ്റ് ചെയ്യാതെ ചായയുടെ ഗ്ലാസ് മാറ്റാൻ പറഞ്ഞത്. ആളിപ്പോൾ നിഴൽ നോക്കി അടയ്ക്കാൻ കേട്ടോ. ഇത് കൂടാനായിട്ട് അടുത്ത വരും കേട്ടോ. പിള്ളേർക്ക് നമ്മളൊക്കെ ഇങ്ങനെ നടന്നിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണേ. ഞാൻ നടന്നിട്ടുണ്ട്. നിഴൽ വലുതാവണം എന്നൊക്കെ നോക്കി നടക്കും നമ്മൾ. ഒരു സമയത്ത് ഇങ്ങനെ നിഴൽ നോക്കി നടക്കൂലേ. അപ്പൊ ആള് വരും. നല്ല ചുട്ടുപൊള്ളടയില്ല കേട്ടോ. കാലൊക്കെ പൊള്ളൂട്ടാ. എല്ലാം മൊത്തം ഞാൻ കൊടുത്തത്. എനിക്ക് വരാപ്പഴം മുഴുവൻ നാളെ ഒരു ദിവസം കൊണ്ട് എനിക്ക് പോകാനുള്ള നാളത്ത് പോകാൻ കിടക്കണം. കൂനമാവി രണ്ടും വർഷമാണിത് എനിക്ക്. ഇപ്പൊ തന്നെ ചെന്ന കംപ്ലീറ്റ് കുത്തിയില്ല. അവൾ അപ്പോഴേക്കും ഓടിയായിട്ട്. അതിൻ്റെ അടുത്തൊരു സ്കേർട്ട് ഉണ്ട് കേട്ടോ. വേറൊരു മോഡലാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും എടുക്കണം കേട്ടോ. അത് ഉടുപ്പിച്ച് ഞാൻ അവളെല്ലാം ഒന്ന് ഉടുപ്പിച്ച് ഫോട്ടോ എടുക്കാം. അപ്പോൾ അവൻ റെഡി ആയിട്ട് അവൻ ഓണായി. അവനൊരു ടീഷർട്ടൊക്കെ ഇട്ട് അവൻ സുഖമായിട്ട് അവൻ അഴിച്ചിട്ട പോലെ ഇവരങ്ങോട്ട് കൈ ചെയ്ത് കിട്ടപ്പോഴേക്കും അവൻ ഓണായി. അത്ര നേരം കൊച്ചിനെ എടുത്ത് പിടിച്ചിട്ടായിരുന്നേ. നമ്മൾ പിള്ളേരെ ഇങ്ങനെ വിടണില്ല നേരത്തൊന്നും പൊടിയാവും എന്നൊക്കെ പറയൂലേ. കൊച്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പെട്ടില്ല. കൊച്ചിന് എന്താണെന്ന് പറയാനില്ല. ആരും എന്നെ കാണണില്ലെന്നാണ് അവൻ്റെ വിചാരം. ഇത്തിരി വെള്ളം അവിടെ വെച്ചത് കണ്ടത് ആളതിനകത്ത് കൈയിട്ടിട്ടാവും. നമ്മൾ എപ്പോഴും പിടിച്ചു മാറ്റുമല്ല. അപ്പോൾ ഇവള് പിടിച്ചു മാറ്റാൻ പോയതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നതാന്ന് കണ്ടപ്പോൾ ആളതിനകത്ത് കിടന്ന് തകർക്കേട്ട് ഇനി വെള്ളത്തിൽ. അപ്പം അവനെ എടുത്തു മാറ്റാൻ വന്നിട്ടാ. ആളെ ഞങ്ങളൊന്ന് ഒറ്റക്ക് വിട്ടുകൊടുത്ത് നോക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടിയിട്ട്. ആൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് മൂത്തിട്ടാവാ. ബക്കറ്റൊക്കെ ഒന്ന് നീക്കാൻ നോക്കിയിട്ട് ആള് നീങ്ങണില്ല. അപ്പൊ അതുമെന്ന് വിട്ടട്ടാ. വേറെ അതുപോലെ സദ്യയായിട്ടാ. അതുമ്പോൾ കളിക്കാൻ വരേണ്ട. ആൾക്ക് വീലുരുട്ടാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ എൻ്റെ ചേട്ടൻ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ്, രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ്, എൻ്റെ മൂത്ത മോനെ വണ്ടി ഓടിപ്പിച്ച് നോക്കണമായിരുന്നു. അവൻ ആരും ഓടിപ്പിച്ച് നോക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ്റെ അറിഞ്ഞൂടാ. കുറച്ചറിയാന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ശരിക്കും ഓടിക്കൂട്ടാ. റെമോയും റിച്ചിയും. അനുവിനെ അറിയാമെന്ന് പറയണ്ടെങ്കിലും അവനൊന്ന് ഇരുത്തി ഓടിപ്പിക്കാൻ ആരും ഉണ്ടായില്ല. അപ്പം അവന് വണ്ടി ഓടിച്ച് വന്നിട്ടാ കുറച്ച് നേരം അവനെ സ്കൂട്ടർ വരുത്തി ഓടിപ്പിച്ചേ. ഇതാണ് ചേച്ചിയുടെ ഇളയമോൻ. അവൻ ഓടിക്കൂട്ടെ. അവന് ലൈസൻസ് കിട്ടി. ഇതാണ് രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഈ ചേട്ടനാണ് അവന് ഓടിപ്പിച്ചത്. ഡൊണാൾഡ് പോവാണ്. അവിടെ ഡൊണാൾഡ് പോകാനൊക്കെ റെഡി. എല്ലാവരും പോകാൻ പോയിണ്. ആളപ്പോൾ വീണ്ടും മതിയായില്ല. വീണ്ടും വെള്ളത്തിൽ കളിക്കാൻ വന്നിട്ടാ. വെള്ളത്തിൽ കളി പിള്ളേർക്ക് പൊതുവെ ഒരു ഇഷ്ടമാണല്ലോ. അങ്ങോട്ട് കംപ്ലീറ്റ് വിട്ടുകൊടുത്താൽ മതി. ആളുടെ സ്പിരിറ്റ് നോക്കിയേ. 2 വീട്ടാണ് അടിക്കണ. ഒറ്റ വീണ്ടും അടിക്കുന്നുണ്ട്. പിന്നെ ആളത് ഓരോ പരിപാടിയിലാണ്. എനിക്കത് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം അവൻ ആ വെള്ളത്തിനോടുള്ളൊരു പരിചയം ഒരിക്കലും നമുക്ക് കൊടുക്കണില്ലല്ലോ. എപ്പോഴും പിള്ളേരെ തൊടിക്കില്ലല്ലോ. കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ വെള്ളത്തിനോടൊരു പരിചയപ്പെടലാണ് ഈ കാണുന്നത്. വെള്ളം തെറിക്കണൊക്കെ കണ്ടപ്പോഴേ, അടിച്ച് മുഖത്തോട്ടൊക്കെ തെറിക്കണ കണ്ടപ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റായി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവനൊരു കോൺഫിഡൻസ് ആയി. ആരും എന്നെ പിടിച്ചു മാറ്റി. അപ്പോഴേക്കും അനിയൻ ചൂണ്ടയിടുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഷൂട്ട് ചെയ്യണ കണ്ടിട്ട് അതായിട്ട് പുറത്തു. അതാണ് ക്യാമറ.
ഇത് തന്നെയാണ് പള്ളിയിലൊരു കൊച്ചിൻ്റെ ഇരിക്കണണ്ട പറഞ്ഞ മേടിക്കണം. ഇതിനെത്രയാടാ? അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെറുതെ കുശലം പറഞ്ഞ് മുറ്റത്ത് എല്ലാവരും കൂടി ഇരുന്നതാണ്. പിള്ളേർ സൈക്കിളോട്ട് ചായ കുടി, മീൻ പിടിക്കാൻ പോക്ക്, അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് മീൻ പിടിക്കാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ പോകാൻ പോണ്. പക്ഷെ ഞങ്ങൾക്ക് നേരത്തെ പോകണം. പിന്നെ എൻ്റെ ഒരു മോൻ പറവൂരിൽ നിന്നാണ് വന്നത്. അവന് പറവൂരോട്ട് പോകണം. നാളെ അവന് ജോലിക്ക് കയറണം. അപ്പം ഞാനും അനൂറ് അമ്മയും തൃശ്ശൂരോട്ടും പോകും, കാട് വെച്ചിട്ടും പോകും. അങ്ങനെ അവളുടെ ഡ്രസ്സ് ഇടലും അവളുടെ ഗിഫ്റ്റ് പൊട്ടിക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം മുറ്റത്തോട്ട് പോവുകയാണ് എല്ലാവരും. അതെ, ചൂണ്ടിടാൻ പോണേടാ നീ. വടിയൊക്കെ കിട്ടിയപ്പോളേ ആൾക്കാരെയൊക്കെ കണ്ടപ്പോളേ സന്തോഷം. നീ വെള്ളം കളഞ്ഞിനകത്ത് മോനെ, വെള്ളം നിറക്കായിരുന്നില്ലേ? ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ ആ ടാങ്കിൽ ഞങ്ങൾ വെള്ളം നിറച്ച് കുളിക്കാൻ വേണ്ടി കിടക്കാറുണ്ട്. പിള്ളേരൊക്കെ കുളിപ്പിക്കും. എന്താണ് അവന് സൈക്കിൾ ഓട്ടാൻ കൊടുക്കാണ്ടാണോ? നിനക്ക് സൈക്കിൾ തരാണ്ടാണോ? കൊടുക്കടാ. നിന്റെ വീട്ടിൽ വിരുന്ന് വരുമ്പോ അവർക്ക് സൈക്കിൾ മാറി കൊടുക്കണ്ടേ? നിനക്ക് എപ്പോഴും ചവിട്ടാലാ? വേണോ റിക്കുവിന് ചവിട്ടാൻ? വേണോ റിക്കു? പിന്നെ അവൻ കൊണ്ടുവന്ന തൂക്കും കൊണ്ട് മീൻ പിടിക്കണ രീതികളൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സൈക്കിളും കൊണ്ട് പുറത്തിറങ്ങി. റമോക്ക് ഇതേ സർക്കസ് കാണിക്കാൻ ഒരു സൈക്കിൾ കിട്ടിയിട്ടോ. അപ്പോൾ ഇവർ ക്യാമറയുടെ കാര്യങ്ങൾ ടെക്നിക്കുകൾ ചോദിച്ച് മനസ്സിലാക്കൽ. ചേച്ചിയുടെ എൻ്റെ മക്കളാണ് കേട്ടോ. അത് രണ്ടാമത്തെ ചേച്ചിയുടെ മക്കളും 2 മക്കളും എൻ്റെ 3 മക്കളുമാണിത്. പിന്നെ അവരൊക്കെ ഇപ്പം ഏകദേശം ഒരു പ്രായം പോലെ ആയി ഹൈറ്റൊക്കെ. പക്ഷേ മൂത്തവരുണ്ട് കേട്ടോ അതിനകത്ത്. അച്ഛനാകുമ്പോൾ മൂത്തവൻ, പിന്നെ അനുവാണ് അതിനുശേഷം എൻ്റെ റിച്ചി പറവൂരുന്ന് പഠിക്കണവൻ, പിന്നെ ചേച്ചിയുടെ എൻ്റെ ഇളയമോൻ, പിന്നെ റമോ. അപ്പോൾ ഇതിവിടെ ചേച്ചിയുടെ ഹസ്ബൻഡും എൻ്റെ ഇളയനുമാണ് ഈ മീൻ പിടിക്കാൻ കൊടുത്തിക്കണം. അപ്പോൾ അവൻ ക്യാമറയുടെ വിധങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പോതെ മീൻ പിടിക്കാൻ പോകാനിട്ട് അവർ. ഞാനിപ്പോൾ പിടിക്കുമെന്ന് ഓർത്ത്. നീ കാണിക്കണ്ടോ? ഞാനിവിടുന്ന് ഇപ്പം മീനെ പിടിക്കാൻ അതങ്ങ മീനെ പിടിക്കാൻ പോണേന്ന്. കൊറേ മീനെ കിട്ടി കണ്ട ഒരു ഇപ്പോഴാണ് ഇവരെ കറക്റ്റായിട്ട് കിട്ടിയത്. ഇതാണ് രണ്ടാമത്തെ ചേച്ചി കേട്ടോ. മൂത്തേച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ജീൻസ് കിട്ടണമെന്ന് വെച്ചില്ല. അതാണ് മൂത്തേച്ചി കേട്ടോ. മോള് ആ കൊച്ചിനെ എടുത്തുകൊണ്ടിടന്ന് വെച്ചത്. ഇതെൻ്റെ ചേച്ചിയും കെട്ടിയാലും ഇളയ മോന്. ഇവൻ്റെ ചേട്ടനാണ് അച്ഛനാകാൻ പോണത്, ക്യാമറ പിടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഇവർ ഓക്കെ ആയിട്ട് ഇപ്പോൾ ഒരുമിച്ച് കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. ഇനിയിപ്പം റമോ സൈക്കിൾ ചേച്ചി ക്യാമറയിൽ കയറില്ല. അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഫോളോ ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും ചേച്ചി കൈനീട്ടം കൊടുക്കാൻ വേണ്ടി വരേണ്ട 1-ാം തീയതി. അപ്പം അന്ന് എന്തോ പ്രത്യേകതയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചേച്ചി ഇങ്ങനെ പൈസയൊക്കെ കൊണ്ടുവന്ന് കൂട്ടുക. പണ്ടേ ചേച്ചി അങ്ങനെയാണ്. ഇവിടെ ആ വാചനം ഒന്ന് പറഞ്ഞേ ഒന്നും കൂടി. ഇതിനകത്ത് ആ വാചനം ഒന്ന് പറയോ? ഉണ്ടോ? നാണായി. എന്തും വിലാണ് ഉണ്ടാ? തേങ്ങ കിട്ടും. അയ്യോ, കുളത്ത് തിരിഞ്ഞിരിക്കണായിരിക്കും അല്ലേ? ഐസ്ക്രീം ഐസ് ഫ്രൂട്ടിന് ചെണ്ടോട്ടത് എടുത്താ വീണ് എന്തെടുക്കാൻ? അപ്പൊ കൊച്ചിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അവനിങ്ങനെ സൂത്രപ്പിച്ചിരിക്കണ കേട്ടാ. ഓടിപ്പോയി അവൻ്റെ ഫോട്ടോ ഒക്കെ സൂപ്പറാണ് കേട്ടോ. നമ്മളൊന്നും വിചാരിക്കാത്ത പോലെയൊക്കെ ഒരു സെക്കൻഡിലും കുറേ ക്ലിക്ക് ചെയ്യും. അവൻ പഠിക്കട്ടെ, മുട്ടാല് പോകുന്നു. എന്നാലല്ല അവന് മണ്ണെന്താണ് പരിക്കൻ എന്താണെന്നൊക്കെ അറിയുള്ളൂ. അതാണ് അവനിഷ്ടം. ഇവരെ സുന്ദര കൂട്ടവരായിട്ട് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കാണ്. അവനിങ്ങനെയൊക്കെ വിട്ടാവൻ നല്ല യോഗ്യനായിട്ട് വരുള്ളൂ. ഇനി അതുമേന്ന് വിട്ടട്ടാ. ഇനി അതുമേലെ വലിയ വീലുണ്ട്. അതിന്റെ ചെറിയ വീലല്ലേ, ഇതിപ്പോ വലിയ വീലാണല്ല. അവൻ ആ ഒരെണ്ണം ഓടിച്ചിട്ട് ഒരു കഴിയുണ്ട് അവന് ഓടിക്കും. അവനത് കറങ്ങണതാണ് അവന്റെ ശ്രദ്ധ കേട്ടാ. കിട്ടൂലല്ലേ ചാൻസ്. നല്ല കാറ്റുണ്ട്. ദൈവമേ, അത് അവൻ പിടിച്ചടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ ഒരു ഗുട്ടൻസ് കിട്ടിയാല് സൗണ്ടൊക്കെ ഉണ്ടാക്കണ്ട് വണ്ടി പോകാണ്ട്.
അതിനെ മറിച്ചെടുത്ത് അതിനകത്ത് കയറ്റിയിരുത്താടാ എടാ ഇരുത്തിയാടാ അതിനകത്ത് കയറ്റിയിരുത്ത് കാൽ ചമ്മറം പഠിപ്പിച്ചിരുന്നാ മതി ഇരുന്നിട്ട് ചമ്മറം പഠിപ്പിച്ച് എന്നിട്ട് ആ കോലുമ പിടിപ്പിക്കണോടാ മുറ്റത്തോട്ട് പോണ മുറ്റ പോയി ദൈവമേ ഇപ്പൊ മൂക്കും കുത്തി വീണാലേ പിടിക്കടി അല്ല അവിടെ കുഴിയണ്ടേ കൊച്ചിന് ബാലൻസ് കിട്ടിയിട്ടില്ല പക്ഷെ അവിടെയൊക്കെ വീണ വിവരം അറിയാതാണ് തോട്ടിലോട്ട് പോകുമ്പ ലിസാൻ പാലം പണിയാ കരാറെടുക്കണോ പോകും എല്ലാരും കൂടി തോട്ടിലോട്ട് പിന്നെ അവരെല്ലാരും കൂടി പാലത്തിന്റെ കയ്യിലും ഇരുന്ന് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അത് ചെറിയൊരു കൈ വരികയാണ് കേട്ടോ. കൊച്ചുങ്ങളെ നോക്കണോട്ടോ തോട്ടിലോട്ട് പോവല്ലേ കാര്യമായിട്ട് പണിയെടുക്കാണ്ട്. പിന്നെ എല്ലാ പുതിയ തലമുറയിലെ പിള്ളേരും കൂടി ഫോട്ടോ എടുക്കലായിരുന്നു. അതായത് എൻ്റെ മക്കള്, ചേട്ടൻ്റെ മക്കള്, ചേച്ചിയുടെ മക്കള്, രണ്ട് ചേച്ചിമാരുടെ, ചേട്ടൻ്റെ അനിയൻ്റെ, എൻ്റെ മക്കള്, ഞങ്ങൾ 5 മക്കളുടെയും മക്കള്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് ബർത്ത്ഡേകൾക്ക് ഇത്തിരി വാശിയായി. പിന്നെ ഇപ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കണവളാണ് പേരക്കിടാങ്ങളുടെ ഏറ്റവും മൂത്തവള്. അവക്കടെ അനിയത്തി ഉണ്ട്, അവള് ദുബായിലാണ്. ഇവിടെ ദുബായിലായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായി. ഇവള് പോകും ഇപ്പം തന്നെ. മറ്റവൻ്റെ അച്ഛനാകാനും പോകും. പിന്നെ എൻ്റെ മക്കള് മറ്റവരൊക്കെ പഠിക്കുന്നത്. അതാണ് ഈ പുതിയ തലമുറ ഞങ്ങളുടെ കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ അവൾ ഞങ്ങളുടെ വീട്ടിലെ മൂത്ത പേരക്കിടാവല്ലേ. അവളിപ്പോഴും കുട്ടിത്തം മാറാത്ത പോലെ തന്നെയാണ്. അവളുടെ അനിയത്തി ഉണ്ടെങ്കിൽ അവളും ഉണ്ടാവും. ഇപ്പോൾ ഡാൻസൊക്കെ കുറവായിരുന്നു ഇന്ന്. അല്ലെങ്കിൽ മമ്മിയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ നല്ല ഡാൻസും പരിപാടിയും പാട്ടൊക്കെ ആയിരുന്നു. എൻ്റെ മമ്മീൻ്റെ അരിയൊക്കെ പോയി. അപ്പോൾ അവരുള്ളപ്പോൾ ഉള്ള അവസാനത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, മുമ്പ് ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോയിലുണ്ട്. ഞങ്ങൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം തീർന്നിട്ടോ. അപ്പം ഞങ്ങൾ മടക്ക യാത്രയിൽ ഇത്തിരി സങ്കടം ഉണ്ടായി. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടം വന്നു. എൻ്റെ വണ്ടിയുടെ വീല് കംപ്ലൈൻ്റ് ആയിപ്പോയി. വീല് കംപ്ലൈൻ്റ് ആയി രാത്രിയായിപ്പോയി. ഞങ്ങളോട് ഇറങ്ങുന്നതുകൊണ്ട് ഇവന്മാർ വരണ്ടേ, കളികൾ ഇവരോട് യാത്ര പറഞ്ഞൊക്കെ വന്നപ്പോഴേക്കും വൈകിപ്പോയി. അപ്പം ഞങ്ങളുടെ വണ്ടിയുടെ വീല് ഊരിപ്പോയി. ഊരിയല്ല, വീലുമ്പോൾ എന്തോ കയറി ടപ്പേന്ന് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് രാത്രിയുമായിപ്പോയി. ഇവിടെ നിന്ന് കുറച്ച് ദൂരമായിട്ടുള്ളൂ, മാച്ചാന്തുരത്തെന്ന് പറയാം. അവിടെ എത്തിയപ്പം നമ്മുടെ പറവൂർ ഭരതൻ എന്ന് കേട്ടിട്ടില്ലേ, സിനിമാ നടൻ, അവരുടെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് കേട്ടോ. ഇവിടെ സലിംകുമാറിൻ്റെ വീടൊക്കെ കുറച്ചങ്ങൾ പോകുന്നുണ്ട്. അപ്പം നമ്മൾ പറവൂർ ഭരതൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ കംപ്ലൈൻ്റ് ആയി. പിന്നെ ചേട്ടൻ രാത്രി വന്നു. അപ്പോൾ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു, റിച്ചി. അനു അല്ലേ അപ്പുറത്ത് റെഡ് ടീഷർട്ടാണ് അനു മൂത്തവൻ, റിച്ചി രണ്ടാമത്തവൻ. അപ്പോൾ റെമോ ഇളയവൻ. റെമോയും അനു ഞാനും കൂടി തൃശ്ശൂർക്ക് പോയാൽ. റിച്ചിക്ക് പറവൂരാളോട് ഗ്രില്ലൊക്കെ ചെയ്ത് ഇവർ വൈകി പോകാൻ നിന്ന്. പിന്നെ റിച്ചിയും ചേട്ടനും കൂടി വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ കംപ്ലൈൻ്റൊക്കെ ഒരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുവന്ന് ശരിയാക്കിച്ച് പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കുറേ രാത്രി ആയപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലം മാറിയില്ല. എന്നാലും പേടിച്ചൊക്കെ വണ്ടി ഓടിച്ച്. ഇനി ഒരു യാത്ര, അതുകൊണ്ട് വണ്ടിയും കൊണ്ട് ഞാനില്ല ലോങ്. ഇവിടെ അവരുടെ വീട്ടിൽ വന്നുള്ള പരിപാടികളൊക്കെ ഇത് ലാസ്റ്റാണ്. അപ്പോൾ അവർ പോകാൻ യാത്രയായിട്ട് അവർക്ക് നാളെ മറ്റന്നേ ഗൾഫിലോട്ട് തിരിച്ചു പോകണം. അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ കുറേ വീട്ടിൽ എല്ലാവരെയും കാണാൻ പോകണം. വരാപ്പോഴാണ് ചേച്ചിയുടെ കെട്ടിച്ചേക്കണം. അപ്പോൾ ഇവളെയൊക്കെ കൊണ്ടുപോകണേണ്. അപ്പോൾ പോവുകയാണ് അവർ. അപ്പോൾ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും ഒന്നിച്ചെപ്പോഴാണ് കാണുന്നതെന്ന് അറിഞ്ഞൂടെ. അച്ഛനാകാൻ പഠിക്കണവൻ അങ്ങോട്ട് പോകും, ഓരോരുത്തരും അങ്ങോട്ടും ഗൾഫിലോട്ടൊക്കെ പോയി. ഇനി ഏത് വർഷം എപ്പോഴാണ് എല്ലാവരും കാണുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പം എല്ലാവരും ഒരാളിത് വലിയ ആളെപ്പോലെ ബസ്സിലൊക്കെ നിൽക്കേട്ടാ, കൈയൊക്കെ പിടിച്ചിട്ട് ഭാവിയിൽ സ്റ്റുഡിയോ എടുക്കാം. അപ്പോൾ ചേച്ചി ഞങ്ങൾ യാത്രയ്ക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ ചാൻസ് മുതലാക്കിയിട്ട് അതിന് ക്യാമറ മേടിച്ചാനും എൻ്റെ ടെക്നിക്ക് നോക്കി ഫോട്ടോ എടുത്ത് ഓടിക്കണം കേട്ടോ. ഇതാണ് അച്ഛനാകുമ്പോൾ പോണവന്. ഇവൻ്റെ തല ഒട്ടേക്കണാണ് എൻ്റെ ഈ മൂത്ത നാത്തൂനും എൻ്റെ ചേട്ടനും ഭാര്യയും കേട്ടോ. അപ്പോൾ അവൻ്റെ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയാണ്. അപ്പോൾ ഒരു വണ്ടി വന്ന കാരണം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും അതിന് ഫോട്ടോ എടുത്തിട്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിങ്ങനെ ഓരോ കമൻറ്റൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും ഈ നാത്തൂൻ ഇവൻ്റെ പീലാസ്മോ എന്ന് പറയും, തല തൊട്ടേക്കണവരാണ്. അപ്പൊ ചേട്ടന് ഈ നേരം വരെ തിരക്കിലായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടായിരുന്നു ഇല്ലല്ലോ. ഓരോന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും പാത്രം കൊടുക്കാനും വാടകയ്ക്ക് സാധനങ്ങൾ എടുത്ത് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോഴാണ് ചേട്ടൻ ഒന്ന് ഫ്രീ ആയത് കേട്ടോ. അപ്പോഴത്തെ ചേട്ടൻ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നത് ഇപ്പോഴാണ്. ചേട്ടനാണ് നിൽക്കുന്നത്, ഇതാണ് മൂത്താങ്ങള് കേട്ടോ. അപ്പൊ മൂത്താണ് തല തൊട്ടത്. കുഞ്ഞായിരിക്കുമ്പോ തല തൊട്ടാണ് പീലാസ് മോൻ.
ഇതൊരു മോളുള്ളവർക്ക് ഇപ്പൊ അവനും കൂടി ആകുമ്പോ ഒരു മോന്റെ ഉത്തരവാദിത്തമാണ്. അവര് സ്വർഗത്തില് അങ്ങനെയാണ്. തല തൊട്ട് കഴിയുമ്പം നമ്മുടെ അപ്പനും അമ്മനേക്കാളും ഉത്തരവാദിത്തം അവർക്കാണ്. അവന്റെ ആത്മീയ കാര്യത്തിലും ഭൗതിക കാര്യത്തിലൊക്കെ കല്യാണമായാലും അച്ഛനായാലും ഒക്കെ അവര് അതൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അപ്പൊ അപ്പനും അമ്മയും കഴിഞ്ഞ പിന്നെ അവരാണ്. അപ്പം സ്വർഗത്തിൽ അവരുടെ പേര് ഉത്തരവാദിത്തപ്പെട്ട പേരാണ്. അപ്പം അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് അപ്പം ഞങ്ങളും യാത്ര ആവേണ്ട. അപ്പം അവൻ ചെയ്തത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയത് കേട്ടോ അവൻ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് കാടുകുറ്റിയിലാണ്, ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ അടുത്ത വിശേഷങ്ങൾ. ഇത് വിഷുവിനും ഇവിടുത്തെ വീഡിയോ ആണ് കേട്ടോ. എന്തായാലും ഞാനത് ഇടുന്നുണ്ട്.